നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ലളിതമെന്ന് തോന്നുന്ന എന്നാൽ ഒരുപാട് ആഴങ്ങളുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലെ പുളിച്ച മാവിന്റെ ഉപമ. നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഒന്ന് മനസ്സിൽ കാണൂ, ഒരു സ്ത്രീ, കുറച്ചു മാവ്, അതിലേക്ക് ചേർത്ത ഒരു നുള്ളു പുളിപ്പ്. ഈ ഒരു സാധാരണ കാഴ്ചയ്ക്ക് പിന്നിൽ വലിയൊരു ആത്മീയ സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ഉപമയിലെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ആശയം ഇതാണ്: ദൈവരാജ്യത്തിന്റെ പ്രവർത്തനം തുടങ്ങുന്നത് പുറമേയല്ല, നമ്മുടെ ഉള്ളിലാണ്. അതായത്, ദൈവരാജ്യമെന്നത് ഭൂമിയിലൊരു സ്ഥലമല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ദൈവം നടത്തുന്ന ആഴത്തിലുള്ള ഒരു മാറ്റമാണ്. പുളിച്ച മാവിന് ചില പ്രത്യേകതകളുണ്ട്, അല്ലേ? അത് നമ്മൾ കാണാതെ നിശ്ശബ്ദമായിട്ടാണ് അതിന്റെ ജോലി ചെയ്യുന്നത്. ഒരു ചെറിയ അളവ് മതി മാവിനെ മുഴുവനായി മാറ്റാൻ. ആത്മീയ മാറ്റവും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിലെ പ്രധാന ആശയം ഇതാണ്: ദൈവത്തിന്റെ പ്രവർത്തനം വലിയ ഒച്ചപ്പാടുകളോടെയോ ബഹളങ്ങളോടെയോ സംഭവിക്കുന്ന ഒന്നല്ല. അത് ശാന്തമായി, ആഴത്തിൽ നമ്മുടെ ഹൃദയത്തെയും ചിന്തകളെയും സ്വഭാവത്തെയും സ്വാധീനിക്കുന്ന ഒന്നാണ്. ശരി, ഇനി നമുക്ക് അടുത്ത ആശയത്തിലേക്ക് കടക്കാം. വളരെ ചെറിയൊരു കാര്യം എങ്ങനെയാണ് വലിയൊരു മാറ്റത്തിന് കാരണമാകുന്നതെന്ന് നോക്കാം. ഏതൊരു വലിയ കാര്യവും തുടങ്ങുന്നത് വളരെ ചെറുതായിട്ടാണ്. ഒറ്റനോട്ടത്തിൽ ഒരുപക്ഷെ നമുക്കത് നിസാരമെന്ന് തോന്നിയേക്കാം. നമ്മുടെ ജീവിതത്തില് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു നല്ല വാക്ക്, അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ചെറിയ പ്രാർത്ഥന, മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ചെറിയ സഹായം. എന്നാൽ ഈ ചെറിയ കാര്യങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തി കടന്നു വരുമ്പോൾ അതിന്റെ ഫലം നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ വലുതായിരിക്കും. ഒരു ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ അതിന് കഴിഞ്ഞേക്കും. പുളിച്ച മാവ് ചേർത്ത ഉടനെ മാവ് പൊങ്ങിവരില്ലല്ലോ, അല്ലേ? അതിനൊരു സമയമുണ്ട്. അതൊരു പ്രക്രിയയാണ്. അതുപോലെ തന്നെയാണ് ആത്മീയ വളർച്ചയും. അതൊറ്റ രാത്രികൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. ഈ ഓരോ ഘട്ടവും നമ്മുടെ ആത്മീയ യാത്രയുടെ ഭാഗമാണ്. ദൈവവചനം കേൾക്കുന്നതിലൂടെ അത് തുടങ്ങുന്നു, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ അത് വളരുന്നു, അവസാനം നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിന് സാക്ഷ്യമായി മാറുന്നു. ഈ ആശയം നമുക്ക് പുതിയതൊന്നുമല്ല, അല്ലേ? ഒരു ചെറിയ കടുകുമണി വലിയ മരമാകുന്ന ഉപമയിലും നമ്മൾ ഇതുതന്നെയാണല്ലോ കാണുന്നത്. ദൈവം എപ്പോഴും ചെറുതായിട്ടാണ് തുടങ്ങുന്നത്, പക്ഷേ അതിന്റെ ഫലം എപ്പോഴും വലുതായിരിക്കും. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെയും എന്റെയും ജീവിതത്തോട് നേരിട്ട് സംസാരിക്കുന്നതെന്ന് നോക്കാം. ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നാറില്ലേ? ഞാൻ ചെയ്യുന്ന പ്രാർത്ഥനകൾക്കും നല്ല പ്രവൃത്തികൾക്കും ഒന്നും ഒരു ഫലവും കാണുന്നില്ലല്ലോ, എന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുന്നില്ലല്ലോ എന്നൊക്കെ. ഈ ഉപമ സംസാരിക്കുന്നത് അങ്ങനെയുള്ള ചിന്തകളോടാണ്. ഈ ഉപമ നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ് ഇതാണ്: ആരും കാണുന്നില്ലെന്ന് നമ്മൾ കരുതുന്ന സമയത്തും ആ പുളിച്ച മാവ് പോലെ ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊരു വലിയ പ്രോത്സാഹനമാണ്. ചിലപ്പോൾ നമുക്ക് മാറ്റങ്ങൾ പെട്ടെന്ന് കാണാനോ അനുഭവിക്കാനോ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ വിശ്വസിക്കുക, ദൈവം നിശ്ശബ്ദമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഫലം തീർച്ചയായും ഉണ്ടാകും. അതാണ് പുളിച്ച മാവിന്റെ ഉപമ നമുക്ക് നൽകുന്ന ശക്തമായ വാഗ്ദാനം. ആരും കാണാതെ, ആരും അറിയാതെ ദൈവം നിങ്ങളെ ഓരോ നിമിഷവും മാറ്റുകയും വളർത്തുകയും ഉയർത്തുകയുമാണ്.